ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. അപ്പോഴേ ഇന്ന് നമ്മുടെ എന്താ പറയുക ചപ്പാത്തിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു മഷ്റൂം വെച്ചിട്ടുള്ള കുറുമയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളന്ന് നമ്മളെ കേരളത്തിലെ ഏറ്റവും നല്ല കൂൺ കൃഷിക്കാരൻ്റെ അടുത്ത് പോയപ്പോൾ ജസലിൻ്റെ അടുത്ത് പോയപ്പോൾ അവിടെ നിന്ന് 2 പാക്കറ്റ് എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പം അതിൽ ഒന്ന് വെച്ചിട്ട് നമുക്ക് കുറുമ ഉണ്ടാക്കാം. ഇനി വേറൊരു പാക്കറ്റ് ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് പിന്നെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പം ഇപ്പം നമുക്ക് നമ്മുടെ കുറുമ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം നമുക്ക് നമ്മുടെ ചിപ്പിക്കും ആദ്യം ഒന്ന് എന്ത് ചെയ്തേക്കണം, ക്ലീൻ ചെയ്തെടുക്കണം. വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളെ എന്താ പറയുക നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച മഷ്റൂം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് എല്ലാത്തിലെയും പോലെ തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ഘടകം ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, പിന്നെ കുറച്ച് മല്ലിച്ചപ്പ്. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യം ഒന്നുകിൽ തേങ്ങാപ്പാൽ അല്ലെങ്കിൽ നമ്മുടെ കാഷ്യൂനട്ട്. എൻ്റെ കുറുമ കുറച്ച് റിച്ച് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാനിവിടെ കാഷ്യൂ നട്ടാണ് എടുത്തേക്കുന്നത്. നമുക്ക് ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും മിക്സിയിലിട്ട് അരക്കാം. അപ്പോൾ നമ്മുടെ മഷ്റൂമിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെച്ചിട്ട് കുറച്ച് സമയം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിതിനെ എന്ത് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ഈ മഷ്റൂം കുറുമയല്ലാതെ ഈ ചിക്കൻ കറിയൊക്കെ വെക്കുന്ന പോലെയൊക്കെ വെക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റാണ്. സാധാരണ കുറുമ അങ്ങനെ ഞാൻ അധികം ഉണ്ടാക്കാറില്ല. നമുക്ക് അതേപോലെ എന്താ പറയുക ചിക്കൻ കറി വെക്കുന്ന പോലെ വെക്കുന്നതാണ് എനിക്ക് താല്പര്യം. ആദ്യമൊക്കെ ഈ മഷ്റൂം എന്ന് പറഞ്ഞാൽ എനിക്ക് വിഷമാണ് അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. ചില നമ്മുടെ മുറ്റത്തൊക്കെ ഉണ്ടാക്കുന്ന വിഷക്കൂണുകൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതുകൊണ്ടൊന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല. മഷ്റൂമിനെ ഞാൻ അധികം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ആണ് ഇതിൻ്റെ എന്താ പറയുക ഇതിലെന്തൊക്കെ അടങ്ങിയിരിക്കുന്നുണ്ടെന്നും അത് നമ്മളെങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നൊക്കെ മനസ്സിലാക്കി തുടങ്ങിയപ്പോഴാണ് കഴിച്ചു തുടങ്ങിയത്. നമുക്ക് നമ്മുടെ തീ കത്തിച്ചിട്ട് പാത്രം വെച്ച് കൊടുക്കാം. നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി വെളിച്ചെണ്ണ ചൂടാകുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ നേരത്തെ അരച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ടത്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച നമ്മുടെ സവാളയാണ് ഇട്ട് കൊടുക്കേണ്ടത്. നമുക്ക് നമ്മുടെ എന്താ പറയുക പച്ചമുളക് ഇട്ട് കൊടുക്കണം. കൂടെ തന്നെ നമ്മുടെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യും. ഇത് നമ്മൾ വെയിറ്റ് ചെയ്യണം, കാരണം നമ്മുടെ ഉള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വെയിറ്റ് ചെയ്യും. നമുക്ക് നമ്മുടെ എന്താ പറയുക കാഷ്യൂനട്ട് ഒന്ന് അരച്ചെടുക്കണം. ഒരു 3, 5, ഒരു 10-15 എണ്ണം ഞാൻ എടുക്കുന്നുണ്ട്. ഒരു 15 എണ്ണം കേട്ടോ. ബാക്കി 3 എണ്ണേ ബാക്കിയുള്ളൂ. ബാക്കി 3 എനിക്ക്. നമ്മുടെ കാഷ്യൂനട്ട് അരച്ചെടുക്കാം. നമ്മുടെ ഇതിലേക്ക് നമ്മൾ മസാലകൾ ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ നമ്മുടെ മഞ്ഞപ്പൊടി വെച്ചിട്ടാണ് തുടങ്ങുന്നത്.
മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. മസാലകൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് പച്ചമണം ഒന്ന് മാറിക്കിട്ടണം. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് നമ്മുടെ തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. തക്കാളി ഇനി ജസ്റ്റ് ഒന്ന് വേവുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കാം കേട്ടോ. അപ്പോൾ ഇത് അടച്ചു വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അടിക്ക് പിടിക്കാൻ പാടില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയും വെക്കണം കേട്ടോ തീ. അപ്പോൾ നമുക്ക് മഷ്റൂം വേവാൻ വേണ്ടിയിട്ട് 1 കപ്പ് വെള്ളം വേണം. അത് നമുക്ക് ചൂടാക്കിയിട്ടെടുക്കാം. നമ്മുടെ തക്കാളിയിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കൂണിട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ കഴുകി മാറ്റി മഞ്ഞൾ വെള്ളത്തിലിട്ട് വെച്ചേക്കുന്ന കൂണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂണിടുക. നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കുറച്ച് ഗരം മസാലയും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഗരം മസാല എടുത്തിട്ടുണ്ട്, ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചൂടാക്കി വെച്ച വെള്ളം നമുക്കിതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു 10 പോയില്ല. അപ്പോൾ നമ്മുടെ ഒരു 10 മിനിറ്റോളം എടുത്തിട്ട് നമ്മുടെ ഇതൊക്കെ നമ്മുടെ മഷ്റൂമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ കാഷ്യൂ നട്ട് നേരത്തെ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ട് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. കുറച്ച് ടൈം ഇത് കുക്കാകാൻ വേണം കേട്ടോ. ഇനിയിപ്പോൾ ഇതിന് പകരം നമ്മൾ നമ്മുടെ തേങ്ങാപ്പാലൊക്കെയാണ് ഒഴിക്കുന്നതെങ്കിൽ അത് തന്നെ അധികം നമ്മൾ കുക്കാവാൻ അനുവദിക്കാതെ ഓഫ് ചെയ്യാം. നമ്മുടെ കാഷ്യൂ നട്ട് ആയതുകൊണ്ട് മാത്രം നമ്മൾ കുറച്ച് സമയം ഇളക്കി കൊടുക്കണം. ഒന്ന് കുക്കായി വരട്ടെ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഞാൻ ഇടാൻ പോകുന്നത് നമ്മുടെ പഞ്ചസാരയാണ്. ഈ കുറുമ എന്ന് കേൾക്കുമ്പോൾ തന്നെ കുറച്ച് എരിവും കുറച്ച് മധുരവും കുറച്ച് പുളിയും അങ്ങനെയൊക്കെയാണല്ലോ അല്ലേ. അപ്പോൾ പഞ്ചസാര വേണ്ടവർ ചേർത്താൽ മതി. എനിക്കും ഇവിടെ ഉള്ളവർക്കും ആ ഒരു ടേസ്റ്റൊക്കെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ മല്ലിയില കേട്ടോ. മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേറെ എന്താ വെച്ചാലേ ഇത് നല്ല തിക്കായിട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ നമ്മുടെ കുറുമ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് ലൂസാകാൻ വേണ്ടിയിട്ട് നമ്മളിതിനി കുറച്ച് സമയം വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒന്നുകൂടെ തിക്കാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് ലൂസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ മഷ്റൂം കുറുമ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ടേസ്റ്റ് നോക്കിയാൽ മതി. എൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉപ്പ് പോലും നോക്കില്ല. ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ ഉപ്പുണ്ടോ ഒന്നും നോക്കില്ല. ഇതിൻ്റെ ലാസ്റ്റ് ഇത് അടച്ച് നമ്മളെല്ലാം കഴിഞ്ഞ് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ ഇതിന് എന്തെങ്കിലും കുറവുണ്ടോ നോക്കുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ മഷ്റൂം കുറുമ സെറ്റായിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കേണ്ട ഒരു നല്ലൊരു പീസ് കിട്ടി. ടേസ്റ്റ് ഉണ്ട്, അടിപൊളി. നല്ലൊരു മധുരവും ഒരു പുളിയും ഒക്കെ കൂടെ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മഷ്റൂം കുറുമയൊക്കെ അടിപൊളിയായി റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ കൂടെ ഉണ്ടാക്കുന്ന ചപ്പാത്തി ഉണ്ടാക്കാൻ എനിക്ക് ടൈം ആയിട്ടുണ്ട്. അപ്പം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ പോവാണ്. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ടാറ്റ ബൈ ബൈ.